ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇന്നൊരു അടിപൊളി ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും ഏറെ പ്രിയപ്പെട്ട ഗുലാബ് ജാമുൻ. ഞൊടിയിടയിൽ വേറെ ഒരു തിരക്കുകളും കഷ്ടപ്പാടുകളും ഇല്ലാതെ അല്പനേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഇത് സാധിക്കും. അപ്പോൾ നമുക്കത് നോക്കാം. അതിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ്, പഞ്ചസാര, അതുപോലെ പാല്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. സാധാരണ നമ്മൾ മാവ് ഉപയോഗിച്ചാണല്ലോ ഇത് ഉണ്ടാക്കണേ. പക്ഷേ ബ്രെഡ് കൊണ്ട് ഇതാദ്യമായിട്ടായിരിക്കണം. ഒരു പക്ഷേ വളരെയേറെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എളുപ്പത്തിലെടുക്കാം. വേറെ മാവിനെ അന്വേഷിച്ച് പോകണ്ട. വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ, പാലുണ്ടെങ്കിൽ, പഞ്ചസാര ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ സൈഡ് വശത്തുള്ള ആ പാടുണ്ടല്ലോ, ഈ ബേക്കിങ്ങിൻ്റെ ആ പാട്, അപ്പോൾ ആ ഒരു സൈഡ് അത് ക്ലിയർ ചെയ്തെടുക്കണം. അത് ക്ലിയർ ചെയ്ത് നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഉൾവശം, ആ വെളുത്ത ഭാഗം മാത്രം മതി നമുക്കിതിൽ. കാരണം എന്തെന്ന് വെച്ചാൽ അകം വളരെയേറെ സോഫ്റ്റാണ്. ഈ സൈഡിലെ ആ ഒരു ഇതിന് ആ സോഫ്റ്റ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നടുക്കത്തെ ഭാഗം മാത്രം എടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഈ സൈഡ് വശം കളഞ്ഞ് അതിൻ്റെ ഉൾവശം മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എത്രയെണ്ണമാണോ ആവശ്യം അതിനനുസരിച്ച് ബ്രെഡ് എടുത്ത് നമുക്കിങ്ങനെ ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇത്ര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല്. ആ പാല് അതിന് തക്കതായ അളവിൽ, അതായത് ഒത്തിരി കൂടി പോവരുത്, കുഴമ്പം പരുവത്തിൽ നമുക്ക് ബ്രെഡ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിന് പാകത്തിനുള്ള പാല് ഞാൻ ഒഴിച്ചു. അതിനുശേഷം അതൊന്ന് ഇളക്കി നല്ല മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. നമുക്കിത് ഉരുളകളാക്കി എടുക്കാനുള്ളതാണ്. അപ്പം പാകത്തിന് നമ്മളത് ഇളക്കി നല്ലതുപോലെ ഉടച്ച് ഒരു കഷ്ണങ്ങൾ പോലും ഇല്ലാതെ ശരിക്കും വൃത്തിയായിട്ട് നല്ലതുപോലെ ഉരുട്ടി നമുക്ക് കിട്ടും ഈ പാകത്തിന്. ഈ പാകമായി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഉരുട്ടിയെടുക്കുക. കാരണം നമുക്കത് വെള്ളം കൂടി പോയാലൊന്നും ഇങ്ങനെ കിട്ടില്ല. പാകത്തിന് പാലൊഴിച്ച് ഇതുപോലെ റോളാക്കി എടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കുക. നല്ലതുപോലെ ഉരുട്ടി റൗണ്ട് ആക്കിയതിന് ശേഷം കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഇതുപോലെ നല്ലപോലെ കയ്യിലിട്ട് ഉരുട്ടി അത് നല്ല ബൗളുകളാക്കിയിട്ടുണ്ട്. കുഞ്ഞു ബോളുകളാക്കി അങ്ങനെ എടുക്കുന്ന മാവ് കംപ്ലീറ്റ് ബോളുകളാക്കി നമ്മൾ എടുത്തിങ്ങനെ മാറ്റി വെക്കുകയും ചെയ്യും. ഒത്തിരി വലിയ ബൗളായി പോകണമെന്നില്ല, ഒരു മീഡിയം മതി. ഇപ്പം ഞാൻ മീഡിയത്തിലാണ് എടുത്തിരിക്കുന്നത്. ചെറുതായാലും കുഴപ്പമില്ല, വലുതായാലും അത് മുരിഞ്ഞു വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഒരു മീഡിയം ആയിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ കണ്ടോ, ബൗളുകളാക്കി. ഇനി ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു, എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബൗളുകളുണ്ടല്ലോ, ഈ ബ്രെഡിൻ്റെ ബൗളുകൾ, അത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ബ്രൗണിഷ് കളർ ആകുന്നത് വരെ വറുത്ത് കോരിയെടുക്കുക. ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല നോക്കി വേണം ചെയ്യാനായിട്ട്. കാരണം ബ്രെഡല്ലേ, മാവ് പോലെ ഒരുപാട് താമസം വരികയല്ല നമുക്കത് ആയി കിട്ടാനായിട്ട്. കണ്ടോ, നല്ല ബ്രൗൺ കളറായി. ഇനിയിപ്പം അതെല്ലാം കോരി അങ്ങ് എടുക്കുകയാണ് ഞാൻ. അപ്പം അതൊന്ന് എടുത്ത് വെച്ച് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. അത് വെച്ചു. അടുത്തത് നമ്മൾ ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ആ പാനി, അതായത് ആ മധുര പാനി ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചു. ആ വെള്ളം തിളച്ച് കഴിയുമ്പം അതിലേക്ക് കുറച്ച് പഞ്ചസാര, അതായത് ആ ഒരു പാനി പരുവത്തിനുള്ള പഞ്ചസാര, ആ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓവറായിട്ട് അങ്ങോട്ട് കട്ടി പാനീയമാക്കാൻ നിൽക്കരുത്. ഒരു മീഡിയം ലെവലിൽ വെള്ളം കൂടിയുള്ള പാനീയമാണ് നമുക്ക് വേണ്ടത്. തനി ആ മധുരമാകാൻ പാടില്ല. വെള്ളം മുഴുവൻ പറ്റിയ പാനി ആകുന്നതിന് തൊട്ട് മുമ്പുള്ള വെള്ളത്തോടു കൂടിയുള്ള ആ ഒരു പാനിപ്പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി ശരിക്കും പറ്റിച്ചെടുക്കുക. വെള്ളം പറ്റിച്ച് ആ ഒരു പാകത്തിന്, കുറച്ച് ലൂസായിട്ട് കിടക്കണം, ആ പാകത്തിന് എടുക്കാം. അപ്പോൾ നമ്മുടെ പാനി റെഡിയായി. ഇനിയിപ്പം ഈ ബോള് അതും തണുത്തിട്ടുണ്ട്, അത് നമുക്ക് പാനിയിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇതിനകത്ത് ചെറിയ സുഷിരങ്ങൾ ഇടുന്നുണ്ട്. അതെന്തിനാണ് നിങ്ങൾ വിചാരിക്കും, ഇതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ എളുപ്പമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ ദ്വാരങ്ങൾ അതിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഈ പാനി, അതായത് ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്കും കൂടെ ഇറങ്ങും. അപ്പം നമുക്ക് പെട്ടെന്ന് ആ ടേസ്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്കും മധുരം ഇറങ്ങും. ഇത് കണ്ടോ, അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ഗുലാബ് ജാമുൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും.